ആ എന്താ വിശേഷം? ഏട്ടന്റെ മകളുടെ കല്യാണൊക്കെ വിളിച്ചാ? കല്യാണം ആലോചിച്ച് വിളിച്ചൊന്നുമില്ല. മനസ്സ് സുഖമില്ല. എന്താ ഒരു വിഷമം പോലെ? ഞാൻ നല്ല പ്രതീക്ഷയോട് കൂടി PSC ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇപ്പോഴറിയുന്നത് അത് ഡേറ്റ് കഴിഞ്ഞു. അത് എഴുതാനും പറ്റില്ല. ഓവറായി അത് കൂടി ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ്. PSC എഴുതണം, ജോലി കിട്ടണം. അതിന്റെ മനസ്സിൽ നിന്ന് ആ സങ്കടം പോകുന്നുണ്ട്. അത് ശരി. അപ്പൊ ഇതായിരുന്നു പ്രശ്നമല്ലേ? ചേച്ചി, ഞാൻ ചേച്ചിയുടെ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടപ്പോ ചേച്ചിക്ക് വേറൊരു പ്രശ്നമായിരുന്നു അല്ലെ? ഇപ്പൊ കണ്ടപ്പോ ഈ പ്രശ്നം അല്ലെ? നമുക്ക് എപ്പോഴും പ്രശ്നവും വിഷമൊക്കെ ഉണ്ടാവും, അതല്ലേ ചേച്ചി ജീവിതം? നമ്മളിങ്ങനെ പ്രശ്നവും വിഷമവും നമ്മൾ അത് തന്നെ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ വിഷമങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മള് കൂടുതൽ പ്രശ്നത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അല്ലേ? പ്രശ്നങ്ങൾ അതുപോലെ വന്നോണ്ടിരിക്കും. ചേച്ചി ആലോചിച്ചേ, ചേച്ചി കുറെ പോസിറ്റീവ് ഉണ്ട് അല്ലെ? കുറെ സന്തോഷിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഇടയിൽ നമ്മളെന്തിനാ ഈ വിഷമങ്ങളൊക്കെ ആലോചിച്ചിട്ട്? ഇതിപ്പോ ചിലപ്പോ നല്ലതിനായിരിക്കും, നമുക്കിപ്പോ ദൈവം തന്നിട്ടുണ്ടാവാൻ നല്ലതിനായിരിക്കും. ചേച്ചി അങ്ങനെ ആലോചിച്ചാൽ മതി. അത് അതങ്ങനെ വീട് ചേച്ചി. പ്രശ്നങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടും. ഇതാണ് നമ്മുടെ മനുഷ്യ മനസ്സിന്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ നമുക്കുണ്ടായ നേട്ടങ്ങളെ പറ്റി ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. എനിക്ക് ഒരു കോടിയുടെ ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് 1 കോടി രൂപയുടെ ഒരു വീട് വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു ഗസറ്റഡ് റാങ്കിലുള്ള എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെയാണ് നമ്മളുടെ ചിന്തകൾ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോലി കിട്ടിയവരെല്ലാം ഹാപ്പിയാണോ? ഒരിക്കലും അല്ല. അല്ലെങ്കിൽ ഹൈ പൊസിഷനുള്ള അല്ലെങ്കിൽ 1 കോടി രൂപയ്ക്കോ 2 കോടി രൂപയ്ക്കോ വിലയുള്ള ഒരു വീട്ടിൽ താമസിച്ചവരെല്ലാം ഹാപ്പിയാണോ? ഒരിക്കലും അല്ല. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇല്ലാത്തതിനെ ഓർത്തിട്ടാണ് നമ്മൾ ഓർക്കുന്ന, അല്ലെ നമ്മൾ വിഷമിക്കുന്നതിന്റെ ഒരു 99% കാര്യങ്ങൾ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ഓർത്തിട്ടാണ്. പക്ഷെ ഇതൊക്കെ നേടിയിട്ടുള്ള ആളുകളെ നോക്കും, ഇതൊക്കെ നേടിയിട്ടുള്ള ആളുകളുടെ മുഖത്ത് വിഷമമായിരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ നമ്മുടെ പ്രശ്നം? നമ്മുടെ പ്രശ്നം നമ്മൾ സന്തോഷം അന്വേഷിച്ച് വേറെ എവിടേക്കോ പോവുകയാണ്. നമ്മൾ ഈ നിമിഷം ഇപ്പൊ നമ്മളിവിടെ ഇത്രയും ആളുകൾ കൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ പോലും നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സ് പല പല കാര്യങ്ങളിലാവും. ഇതിൽ കഴിഞ്ഞു പോയ കാര്യം, അല്ല വരാനിരിക്കുന്ന കാര്യം, ഇങ്ങനെ പല പല ഇതിലേക്ക് മനസ്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഈ നിമിഷത്തെ സൗന്ദര്യം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 60 വയസ്സ് പ്രായമുള്ള ഒരാൾ, ആ ആളുടെ ജീവിത ചക്രത്തിന്റെ പകുതിയോളം അവരെ ഉറങ്ങി തീർക്കുക ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം 60 വയസ്സുള്ള ഒരാളുടെ 30 വർഷം ആൾ ഉറങ്ങി തീർക്കുക ചെയ്യുന്നത്. ബാക്കിയുള്ള സമയം നമുക്കൊന്ന് കണക്കൂട്ടാം. ബാക്കിയുള്ള 30 വർഷം, ഈ 30 വർഷത്തിന്റെ അത് നമ്മൾ ദിവസം ഒരു അരമണിക്കൂർ വെച്ച് യാത്ര ചെയ്ത് പോകുന്നുണ്ട്. ട്രാഫിക്കിൽ കൂടി ചെലവായി പോകുന്നുണ്ട് നമ്മുടെ ടൈം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജോലിയുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഓഫീസിൽ എത്തി, രാവിലെ 10 തൊട്ട് 5 മണി വരെയുള്ള സമയം നമ്മൾ ഓഫീസിൽ ഇരിക്കുന്നു. അങ്ങനെ 7 ദിവസമുള്ള ആഴ്ചയിൽ 7 ദിവസമുള്ള 6 ദിവസവും നമ്മൾ ഒഫീഷ്യൽ കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആണ്. അപ്പൊ ആലോചിക്കുക, ബാക്കിയുള്ള മിച്ചമുള്ള 30 വർഷത്തിലുള്ള മിച്ചമുള്ള സമയമാണ്. അത് കഴിഞ്ഞൊരു രാവിലെ നമ്മുടെ ദൈനംദിന ജീവിതം ഡേ ടു ഡേ ലൈഫ് തുടങ്ങുന്നത് ഒരു 15-20 മിനിറ്റോളം നമ്മൾ ബാത്റൂമിൽ ചെലവഴിച്ചിട്ടാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 60 വയസ്സ് പ്രായമുള്ള ഒരാളിന്റെ യഥാർത്ഥത്തിൽ ആക്റ്റീവ് പീരീഡ് എന്ന് പറയുന്നത് 20 വർഷമേ വരുന്നുള്ളൂ. ഈ 20 വർഷത്തിനകത്താണ് നമ്മൾ ഇങ്ങനെയുള്ള കുറേ പ്രോബ്ലംസിൽ കഴിഞ്ഞു പോയ കാര്യവും വരാനിരിക്കുന്ന കാര്യവും, എനിക്ക് മറ്റേ ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള വിവാഹം കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് 100 പ്രശ്നങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പ്രോബ്ലത്തിലൊക്കെ നമ്മുടെ മനസ്സ് പോകുന്ന സമയത്തും ഈ നിമിഷത്തെ സൗന്ദര്യമല്ലേ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്? നമ്മളുടെ ഈ നിമിഷമല്ലേ നമുക്ക് നഷ്ടമാകുന്നത്? നമ്മൾ സന്തോഷിക്കുന്ന സമയത്ത് നമുക്ക് ഈ നിമിഷത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. ഒരിക്കലും നമുക്ക് ഭാവിയിൽ നിന്നുണ്ടോ കഴിഞ്ഞുപോയ കാലത്ത് നിന്നോട്ടോ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. സന്തോഷം ആത്യന്തികമായിട്ട് ഈ നിമിഷത്തിലാണ്. എന്തൊക്കെ കാര്യം നമ്മൾ ജീവിതത്തിൽ നേടിയെടുക്കുന്നതും ആത്യന്തികമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന അതിൽ സന്തോഷം ഉണ്ടെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സന്തോഷമുള്ളത് നമ്മുടെ ഉള്ളിലാണ്. ആ സന്തോഷത്തെ നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ഇത്രയും കൂടെ കറക്റ്റ് എന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അത് പ്രാക്ടിക്കലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻസ് ഒക്കെ നിങ്ങൾ അതിന് ഒത്തിരി സഹായിക്കും. അപ്പം ഐശ്വര്യവും
സമ്പൽ സമൃദ്ധമായ ഒരു ഓണമല്ല ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഓണവേളയിൽ നേരാൻ പോകുന്നത്. നേരെ മറിച്ച് പ്രക്ഷുബ്ധവും വേദനകളും ഒക്കെ നിറഞ്ഞുള്ള ഒരു ജീവിതത്തിൽ ശാന്തവും സമാധാനമായിട്ടുള്ള എൻ്റെ മനസ്സ് എങ്ങനെ എനിക്ക് നിലനിർത്താൻ പറ്റും എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉണ്ടാകണേ എന്നുള്ള ആശംസയാണ് ഈ നിമിഷത്തിൽ ഈ ഓണവേളയിൽ നിങ്ങൾക്കായി ഞാൻ ആശംസിക്കുന്നത്. നന്ദി, നമസ്കാരം.